ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡസ്നാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് വളരെയധികം ടേസ്റ്റിയായ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം കൊണ്ടുള്ള ഒരു കിടിലം പുഡിംഗ് ആണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് വേണ്ടത് പാലാണ് കേട്ടോ. മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പാലാണ്. 1 ലിറ്റർ പാൽ ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. 1/2 കപ്പ് പഞ്ചസാര വേണം. പിന്നെ ബട്ടർ വേണം, 100 ഗ്രാം ബട്ടർ. അത് അൺസോൾട്ടഡ് ബട്ടറാണ് വേണ്ടത്, ഉപ്പില്ലാത്തത്. പിന്നെ മൈദ, 3/4 കപ്പ് മൈദ. അത് 200 ഗ്രാം മൈദ ഉണ്ടാവും. ഇനി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ലെയർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കടായിലേക്ക് ഈ ബട്ടർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം മെൽറ്റ് ചെയ്യാനായിട്ട്. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൈദ ആദ്യം കുറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. എന്നിട്ട് ബാക്കിയുള്ള മൈദയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ബട്ടറിൽ കിടന്നിട്ട് അതിൻ്റെ ഒരു പച്ച ചൊവയെല്ലാം മാറണം. അതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ വേണം ചെയ്യാൻ കേട്ടോ. ഒരു പച്ചച്ചൊവ മാറും വരെ ഫ്രൈ ചെയ്യുക. ഒരു 3-4 മിനിറ്റ് വേണ്ടി വരും. അതിനുശേഷം കുറച്ച് പാല് ആഡ് ചെയ്യാം. നമ്മൾ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി ആദ്യം. എന്നിട്ട് ഈ മൈദയും പാലും തമ്മിൽ നന്നായിട്ട് യോജിപ്പിക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് യോജിപ്പിക്കാനായിട്ട്. അല്ലെങ്കിൽ വേഗം അങ്ങോട്ട് തിക്കായി പോകും. ലംസ് ശരിക്കും മാറുന്ന വരെ ഇത് യോജിപ്പിച്ചു കൊണ്ടിരിക്കണം. ഇങ്ങനെ കുറച്ച് പാല് മാത്രം ഇട്ടിട്ട് കുറച്ച് സമയമെടുക്കും ഇതിൻ്റെ കട്ടയെല്ലാം ഒന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുകയും വേണം. വിസ്ക് വെച്ച് വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് ഇതിൻ്റെ ലംസ് എല്ലാം മാറുന്നത് വരെ മിക്സ് ചെയ്യാം. അപ്പോൾ കട്ടയെല്ലാം പോയിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് പാല് വീതം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. എന്നിട്ട് കുറച്ച് പാല് വീതം ഒഴിച്ചൊഴിച്ച് ഇത് മിക്സാക്കിക്കൊണ്ടിരിക്കണം. പാല് ഞാൻ കുറച്ച് വീതം ഇങ്ങനെ ഒഴിക്കുന്നുണ്ട്. ഇപ്പോൾ 1 ലിറ്റർ പാല് മൊത്തം ഒഴിച്ചു. അതിനുശേഷം 1/2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ പഞ്ചസാര 1/2 കപ്പിന് പകരം 1 കപ്പ് ആഡ് ചെയ്താലും മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ല ടേസ്റ്റുള്ളൊരു പുഡിംഗ് ആണ് കേട്ടോ ഇത്. പിന്നെ വാനില എസൻസ് 1 ടീസ്പൂൺ ഇടുന്നുണ്ട്. ഞാൻ പൗഡറാണ് ഇട്ടത്. എസൻസ് ലിക്വിഡ് വേണമെങ്കിൽ അതും ആഡ് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. കണ്ടോ, ഇപ്പം നന്നായിട്ട് തിക്കായിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ആക്കാനായിട്ട്. നന്നായിട്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ, ഇത് തിളക്കുന്നത് വരെ. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. കണ്ടോ, ഇത് തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് തിക്കായിട്ട് വരികയും ചെയ്തിട്ടുണ്ട്. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് നമുക്ക് പുഡിംഗ് ട്രേയിലേക്ക് ഇത് ആഡ് ചെയ്യണം. ചൂടോടുകൂടി തന്നെ വേണം ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് ചൂടോടുകൂടി തന്നെ ഈ ട്രേയിലേക്ക് മാറ്റാം.
എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഹാഫ് ആൻ അവർ റെഫ്രിജറേറ്ററിൽ നമ്മൾ വെക്കണം. ഞാൻ ഇൻഡിവിജ്വലായി സെർവ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഗ്ലാസ്സിലും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി. ഇനി നമുക്ക് സെക്കൻഡ് ലെയറിന് വേണ്ടിയിട്ട് 200 ml വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് വെക്കണം. ഇത് കാരമലൈസ് ചെയ്യുന്ന സിറപ്പിലേക്ക് ആഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ കോൺ സ്റ്റാർച്ച് തയ്യാറാക്കുന്നത്. ഇത് സൈഡിൽ വെക്കാം. സെക്കൻഡ് ലെയർ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 കപ്പ് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് കാരമലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ വെള്ളം ആഡ് ചെയ്യണം. ഇത് മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കുന്നതിന് വേണ്ടി. ആദ്യം മീഡിയം ഫ്ലെയിമിൽ വെക്കണം. 1 ടീസ്പൂൺ വെള്ളം ഞാൻ ഇട്ടു. എന്നിട്ട് ഇത് മെൽറ്റായി വരുന്നുണ്ട്. ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം. ആദ്യം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ലാസ്റ്റ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. ഇതാ കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. ഇപ്പോൾ കളറെല്ലാം മാറിയിട്ടുണ്ട്. നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞൊരു ടേസ്റ്റ് വരും. നല്ല കളറാകുന്നത് വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഷുഗർ നന്നായിട്ട് കാരമലൈസ് ചെയ്തെങ്കിലാണ് പുഡിങ്ങിനും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇത് ദേഹത്തേക്ക് തെറിക്കാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. തിളപ്പിച്ച് ഈ കട്ട പോലെയുള്ളതെല്ലാം ഇങ്ങനെ മെൽറ്റായിട്ട് വരും കേട്ടോ. ഇപ്പം എല്ലാം നന്നായിട്ട് ഡയലൂട്ട് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോൺ സ്റ്റാർച്ചിൻ്റെ ആ മിക്സറില്ലേ, അതും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. അപ്പം നന്നായിട്ട് തിളച്ച് വരും. കണ്ടോ, അപ്പം നല്ലൊരു ഗ്ലേസിങ്ങോട് കൂടിയുള്ള ഒരു കാരമലൈസ്ഡ് ചെയ്തതാണ് ഇത്. തിളച്ച് കഴിഞ്ഞിട്ട് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫാക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം സെറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഫസ്റ്റ് ലെയർ പുഡിങ്ങിൻ്റെ മുകളിലേക്ക് ഇത് ആഡ് ചെയ്യാം. കാരമലൈസ് ചെയ്തിരിക്കുന്ന ലിക്വിഡ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എല്ലായിടവും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ചൂടോടുകൂടി തന്നെ ഇത് ആഡ് ചെയ്യണം കേട്ടോ. എല്ലാ ഭാഗത്തും ലെവലാക്കി കൊടുക്കണം. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാകുന്ന വളരെയധികം ടേസ്റ്റ് ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ ഇത്. എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ച് തണുത്തതിന് ശേഷം വേണം ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇത് ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ്. ഇൻഡിവിജ്വലായിട്ടും ഒരു ഗ്ലാസ്സിലും എടുത്തിട്ടുണ്ട്, ട്രേയിലും എടുത്തിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതാണ്. എന്നിട്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലൊരു ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണ് ഇത്. ഇത് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. അധികം ഇൻഗ്രീഡിയൻസോ ഒന്നുമില്ലല്ലോ. നമ്മുടെ വീട്ടിലുള്ള പാലും പഞ്ചസാരയും മാത്രം മതി. മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.